വെച്ച് നല്ലൊരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു 1/2 കിലോ ഈന്തപ്പഴം ഇതുപോലെ നമ്മൾ കുരു കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കുരു ഇല്ലാത്ത ഈന്തപ്പഴം കിട്ടുന്നുണ്ട്. കുരു ഉള്ളതാണ്. നമ്മൾ കുരു എല്ലാം കളഞ്ഞ് നല്ലപോലെ അതിൻ്റെ ആ ഞെട്ടൊക്കെ കളഞ്ഞ് മാറ്റി വെക്കണം. ഞാൻ അതിൻ്റെ കൂട്ടത്തിലിടാൻ ഒരു 100 ഗ്രാം ഇത് ഡ്രൈ കോക്കനട്ടാണ്. ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഒരു പകുതി നമ്മൾ ഇതിനകത്തിടും, പിന്നെ പകുതി ഒന്ന് നമ്മൾ ഉരുട്ടുമ്പോൾ ഒന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഒത്തിരി നമ്മൾ ഈന്തപ്പഴത്തിന് മധുരമുള്ളതുകൊണ്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ മധുരം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. 1 സ്പൂണ് നമുക്ക് നെയ്യ് ഒഴിക്കണം. പിന്നെ പിസ്തായ, ബദാം ഇതൊക്കെ ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അവനവൻ്റെ ആവശ്യമനുസരിച്ച് ചേർക്കാം. നമ്മൾ ഒരു കടയെ ചൂടാക്കി 1 സ്പൂൺ നെയ്യൊന്ന് നമുക്ക് ആദ്യം ചൂടാക്കാം. കടയെ ചൂടാക്കിയിട്ട് ഞാൻ 1 സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഉരുകി വരുമ്പോഴത്തേന് നമുക്ക് ഈ ഈന്തപ്പഴം നമ്മളൊന്ന് തീരെ സ്ലോയിൽ വെക്കണം. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം, അത്ര മതി. ഒരുപാട് ഇങ്ങനെ നേരം വെക്കരുത്. നമ്മൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് സ്ലോ ഗ്യാസിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ലാത്തത് കൊണ്ട് ഇച്ചിരി കട്ടിയായിട്ട് വരും. നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് ബലം പ്രയോഗിച്ച് തന്നെ ഇളക്കണം. നല്ല സോഫ്റ്റായി വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കോക്കനട്ട് ചേർക്കുന്നത്. അതുപോലെ നല്ലതുപോലെ എല്ലാ ഈന്തപ്പഴവും നല്ലപോലെ സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കണം. ഒത്തിരി നേരമൊന്നും എടുക്കില്ല, ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. ഇത് ഇപ്പം നമ്മുടെ ഈന്തപ്പഴം എല്ലാം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാ ഈന്തപ്പഴം നല്ല അലിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കോക്കനട്ട്, ഡ്രൈ കോക്കനട്ട് ഇതിൻ്റെ കൂടെ ഒരു പകുതി ഇടാം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കാം, ഇളക്കി ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അതിനകത്ത് ഇനി നമ്മൾ ഇത് ഗ്യാസ് വെച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് തന്നെ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കുറച്ച് ബദാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്ര വേണമെങ്കിലും നമ്മുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം. ആ പിസ്തായും എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അതും കൂടിയും ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അതുപോലെ ഇളക്കി ഞാൻ മിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഒത്തിരി തണുത്ത് പോകാതെ ഒരു ചെറിയ ചൂടോടുകൂടി നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒത്തിരി വലിയ ഉരുള ആവേണ്ട, നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കയ്യിലൊന്ന് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഈ തോപ്രായുടെ ഈ ഉണക്ക കോക്കനട്ടിനകത്തൊന്ന് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫുള്ള് കവറാവുന്ന പോലെ ഇങ്ങനെ ഈ പരുവത്തിലെടുത്താൽ മതി. പിന്നെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചാൽ എക്സ്ട്രാ ഉള്ള കോക്കനട്ട് അങ്ങ് പോയി കിട്ടും. ഇതുപോലെ ഇങ്ങനെ നമുക്കെല്ലാം ഈ ഈന്തപ്പഴത്തിൻ്റെ ഈ മിക്സർ മുഴുവനും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഒത്തിരി തണുത്ത് പോവാതെ തന്നെ നമ്മൾ അങ്ങോട്ട് ചെറിയ ചൂടോടെ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നെയ്യൊക്കെ കട്ടി പിടിച്ച് കഴിയുമ്പം ഉരുട്ടിയെടുക്കാൻ പ്രയാസമായിരിക്കും. നമുക്കിത് മുഴുവൻ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഈന്തപ്പഴം കോക്കനട്ട് ബോൾസ് കൊണ്ട് നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ അധികം നെയ്യ് ഉപയോഗിച്ചിട്ടില്ല, പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റും. ഈന്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.